ഇന്ന് ജോലികളൊക്കെ നേരത്തെ തന്നെ തീർക്കണം. ചിക്കൻ തണുപ്പ് മാറാനായിട്ടെടുത്ത് വെള്ളത്തിലോട്ടിട്ടു. ചിക്കൻ കറിക്കുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞങ്ങ് വെച്ചു. എന്നിട്ട് രാവിലത്തേക്ക് കാപ്പിക്ക് പുട്ടുണ്ടാക്കാമെന്ന് കരുതി പുട്ടിൻ്റെ മാവ് നനച്ച് വെച്ചിട്ട് ചിക്കൻ കറി അങ്ങ് അടുപ്പത്തോട്ടാക്കി. ബാക്കി വന്ന ചിക്കൻ കുറച്ച് മസാല തേച്ച് വെച്ചു വറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാപ്പി റെഡിയായി. ഇന്നലത്തെ ബീഫ് കറിയാണ് ചൂടാക്കി എടുത്തത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പപ്പടം വറുക്കാമെന്ന് കരുതി. പപ്പടത്തിൻ്റെ പൊടിയെല്ലാം തട്ടി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ നെടുകനെ കീറിയിട്ടാണ് പപ്പടം വറുക്കാറ്. അതാകുമ്പോൾ കുറച്ച് എണ്ണ മതി. ഒരു പപ്പടം മൊത്തത്തിൽ വറുക്കുകയാണെങ്കിൽ നിറഞ്ഞു കിടക്കാനുള്ള എണ്ണ വേണമല്ലോ. ഇതാകുമ്പോൾ കുറച്ച് എണ്ണയിൽ ഇത്രയും പപ്പടവും വറുത്തെടുക്കാം. എൻ്റെ ബുദ്ധി വിമാനം തന്നെ. ബാക്കി വന്ന എണ്ണയിൽ ഞാൻ ചിക്കൻ കൂടെ വറുത്തെടുത്തു. നേരത്തെ തന്നെ ജോലിയൊക്കെ ഒതുക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് വൈകിട്ടാണ് തിരുവാതിര. തൃക്കടവൂർ അമ്പലത്തിൽ ഇന്നാണ് തിരുവാതിര. അപ്പം മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോനെ ഉറക്കിയിട്ട് ജോലിയൊക്കെ തീർത്തിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ സാരിയൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഒന്ന് തേച്ച് വെച്ചു. കാരണം സമയമാകുമ്പോൾ മോൻ്റെ മൂഡ് എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. അവൻ കരയുകയാണെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് എല്ലാം തേച്ച് വെച്ചിട്ട് സമയമാകുമ്പോൾ എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോൾ ഇനി കാത്തിരിപ്പാണ്. കുറച്ച് മണിക്കൂറുകൾ കൂടെ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ ആകാംക്ഷയുണ്ട്. തെറ്റാതൊക്കെ കളിക്കണമല്ലോ. അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാം തെറ്റാതെ കളിക്കാനല്ലേ.